ഹേ പാണ്ഡ്യരാജൻ, നീയും നിന്റെ പത്നിയും അധർമ്മം കാണിച്ചിരിക്കുന്നു. എന്റെ പ്രാണനാഥനെ കള്ളനാക്കി മാറ്റിയ ഈ മധുരാ നഗരം ഞാൻ ചുട്ടിരിക്കും. സംഘകാലം ചേരച്ചോള പാണ്ഡ്യ രാജവംശജരുടെ കാലഘട്ടം. മാനായിക്കൽ എന്ന പ്രമുഖ കപ്പൽ വ്യാപാരിയുടെ സുന്ദരിയായ പുത്രിയായിരുന്നു കണ്ണകി. അവൾ ലക്ഷ്മി ദേവിക്ക് സമം. പുകഴ്പെറ്റ ചോഴനാടിന്റെ തലസ്ഥാനമായിരുന്ന പുകാർ നഗരം, മനോഹരമായ കാവേരി നദീതീരത്തെ കാവേരി പൂമ്പട്ടണം, അവിടെയായിരുന്നു ഇവർ പാർത്തിരുന്നത്. അവൾക്ക് വിവാഹം നിശ്ചയിച്ചു. മാശുത്വാൻ എന്ന സമ്മനന്റെ പുത്രൻ കോവലനായിരുന്നു വരൻ. ശേഷം മഹത്തായ ഗൃഹസ്ഥാശ്രമം കാക്ഷിച്ച് കണ്ണകി കോവലനുമൊത്ത് മാറിപ്പാർക്കാൻ തീരുമാനിച്ചു. ഇരുവരും സസുഖം കാലങ്ങളോളം കഴിഞ്ഞു വന്നു. പക്ഷേ അവൾ രംഗപ്രവേശനം ചെയ്തതോടെ താളപ്പിഴകൾ ആരംഭിച്ചു. ആട്ടക്കാരി മാധവി അപ്സരതുല്യായ അവളുടെ വശ്യ സൗന്ദര്യത്തിൽ ആകൃഷ്ടരാവാത്തവരില്ല. ചോഴഭൂപതിയുടെ മുമ്പിൽ നൃത്തമാടിയ ആ നടനവേശയിൽ കോവലൻ കാമാസക്തനായി. മാധവിയെ പ്രാപിക്കാൻ അവൻ കൊതിച്ചു. അവളുടെ പരിചാരികയെ കൂനിത്തള്ളയെ അനുനയിപ്പിച്ചു. രത്നമാലകൾ നൽകിയും ആ രാത്രി അവൻ അവളെ സ്വന്തമാക്കി. വിവേകം കാമത്തിന് വഴിമാറിയതോടെ പാവം കണ്ണകിയെ അവൻ മറന്നു. അവൻ അവളുമൊത്ത് മന്മഥ ലീലകളാടി. അവൻ അവൾക്ക് മണിമേഖല എന്ന പെൺകുഞ്ഞിനെ സമ്മാനിച്ചു. കോവലൻ മാധവിയെ പിരിയാനാവാത്ത വിധം അവിടെ പാർത്തു. കോവലൻ തന്റെ സമ്പാദ്യങ്ങൾ മുഴുവനും ആ വേശ്യയുടെ കാൽ കീഴിലേക്ക് കൂറുമാറി. എന്നാൽ കണ്ണകി കോവലൻ പിരിഞ്ഞ നാൾ മുതൽ ചമയങ്ങൾ ഉപേക്ഷിച്ചു. തലമുടി അലസമായി വിതറിയിട്ട് തന്റെ പ്രിയനെ കാത്തിരുന്നു. കണ്ണകി വിരഹ ദുഃഖത്താലും മാധവി ആനന്ദാശ്രുവാലും മുഴുകിയിരുന്നു. കോവലന്റെ മനസ്സിനുമുണ്ടായി ഒരു ചലനം. തന്റെ സ്വപ്നത്തിൽ നിരന്തരം കണ്ണകിയുടെ മുഖം തെളിഞ്ഞു. താൻ എന്തൊരു മഹാപാപമാണ് ചെയ്തതെന്ന് കോവലൻ ചിന്തിച്ചു തുടങ്ങി. മാധവിയെ പുണർന്ന കോവലന്റെ കരങ്ങൾ സ്ഥലകാലബോധം ഉദിക്കും വിധം അവളെ ഉപേക്ഷിച്ചു. അവൻ തന്റെ ധർമ്മപത്നിയുടെ അരികിലേക്ക് ഓടിച്ചെന്നു. അവൾക്ക് മുമ്പിൽ അവൻ മനസ്സ് തുറന്നു, മാപ്പപേക്ഷിച്ചു. പക്ഷെ കണ്ണകിയാകട്ടെ തന്റെ കനവിനെ കണ്ടതോടെ എല്ലാം മറന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. തന്റെ സമ്പാദ്യം മുഴുവനും നഷ്ടപ്പെടുത്തിയ കോവലന് പരിഹാരാർത്ഥം കണ്ണകി തന്റെ അമൂല്യരത്നങ്ങൾ ചേർന്ന കനക ചിലമ്പ് നൽകി ആശ്വസിപ്പിച്ചു. ഈ ചിലമ്പ് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് വ്യാപാരം നടത്തി നഷ്ടമായതൊക്കെ തിരിച്ചു പിടിക്കാൻ ഇരുവരും മധുരയ്ക്ക് പോകാൻ തീരുമാനിച്ചു. സമീപത്ത് കുടികൊള്ളുന്ന ദിവ്യക്ഷേത്രങ്ങളിലും ബുദ്ധവിഹാര കേന്ദ്രങ്ങളിലും ദർശനം നടത്തി വ്രതശുദ്ധിയോടെ അവർ യാത്ര തിരിച്ചു. മധുരാപുരി, ഐശ്വര്യദേവത വിളയാടുന്ന അങ്ങാടി. നാനാതരം രത്നങ്ങൾ, ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, എന്തുകൊണ്ടും വ്യാപാരത്തിന് അനുയോജ്യമായ നഗരം. കോവലൻ കനക ചിലമ്പുകളിൽ ഒന്ന് വിൽക്കാനായി അങ്ങാടി തെരുവിലേക്ക് നടന്നു. ആരോ ഒരാൾ അയാളെ പിന്തുടരുന്നുണ്ടായിരുന്നു. പേര് ഭൈരവൻ. പാണ്ഡ്യരാജ്യത്തെ പെരുന്തട്ടാൻ സ്വയം പരിചയപ്പെടുത്തി. കോവലന്റെ ആവശ്യം ആരാഞ്ഞറിഞ്ഞ ഭൈരവൻ ചിലമ്പ് രാജ്ഞിക്ക് വിൽക്കാൻ സഹായിക്കാമെന്ന് പറഞ്ഞ് കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഭൈരവൻ ഒരു കള്ളത്തട്ടാനായിരുന്നു. കപടവേഷം ധരിച്ച് രാജ്ഞിയുടെ ചിലമ്പ് മോഷ്ടിച്ചവൻ. രാജശിക്ഷ ഏൽക്കാതിരിക്കാൻ വഴി തടവെയാണ് കോവലനെ കണ്ടുമുട്ടിയത്. കാഴ്ചയിൽ ഒരുപോലെയെങ്കിലും കോവലൻ കൊണ്ടുവന്ന ചിലമ്പിന് 10,000 മടങ്ങ് വിലയുണ്ട്. ഭൈരവൻ ഇത് മനസ്സിലാക്കിയാണ് തന്ത്രങ്ങൾ മുഴുവനും മെനഞ്ഞത്. ഭൈരവൻ കോവലനെ പുറത്തു നിർത്തി പാണ്ഡ്യരാജനെ കാണാൻ ചെന്നു. കോവലനെ മോഷ്ടാവായി അവതരിപ്പിച്ച ഭൈരവന്റെ കള്ളക്കഥകൾ രാജാവ് വിശ്വസിച്ചു. ഭൈരവൻ മോഷ്ടിച്ച രാജ്ഞിയുടെ ചിലമ്പ് രാജാവിനെ ഏൽപ്പിച്ചു. കാമപരവശനായ രാജാവ് രണ്ടിലൊന്നും ചിന്തിക്കാതെ കോവലനെ
കൈയോടെ കഴുത്തറുത്ത് കൊല്ലാൻ സൈനികരോട് ആജ്ഞാപിച്ചു. രാജ്ഞികരികിലെത്തിയ രാജാവ് ആ പൊൻചിലമ്പ് രാജ്ഞിയെ തന്നെ ഏൽപ്പിച്ചു. ഭൈരവൻ സൈനികരുടെ സഹായത്തോടെ രാജാവിന്റെ ആജ്ഞ നടപ്പാക്കി. വൈഗാ നദിയിൽ സ്നാനം ചെയ്യവേ അവൾ തന്റെ പ്രാണനാഥന്റെ വിയോഗ വിവരം അറിഞ്ഞു. അവൾ മോഹാലസ്യപ്പെട്ട് നിലം പതിച്ചു. ജനം നെടുവീർപ്പിട്ട് പകച്ചു നിന്നുപോയി. അവൾ പ്രതികാര ദുർഗയായി കൊടുങ്കാറ്റുപോലെ ഉയർത്തെഴുന്നേറ്റ് കൊട്ടാരം ലക്ഷ്യമാക്കി മുന്നോട്ട് സഞ്ചരിച്ചു. തന്റെ കാന്തന്റെ ശരീരം കണ്ട് അവൾ കത്തിച്ചുരിച്ചു. വലത്തെ കൈയിൽ ചിലമ്പുമേന്തി അവൾ രാജാവിനെ ലക്ഷ്യമാക്കി വീണ്ടും മുന്നോട്ട് സഞ്ചരിച്ചു. ആരാണ് സ്ത്രീ? മഹാരാജാവേ, ഞാൻ സ്ത്രീയല്ല, ഭാര്യയാണ്. കൊലക്കളത്തിൽ കഴുത്തറ്റ് കിടക്കുന്ന കോവലന്റെ ഭാര്യ കണ്ണകി. മോഷണക്കുറ്റത്തിന് പാണ്ഡ്യരാജ്യത്തിൽ വധശിക്ഷയാണ്. മോഷണക്കുറ്റമോ? ആരെന്ത് മോഷ്ടിച്ചു? നമ്മുടെ രാജ്ഞിയുടെ ചിലമ്പാണ് നിന്റെ ഭർത്താവ് മോഷ്ടിച്ചത് എന്ന് എങ്ങനെ തീരുമാനിച്ചു മഹാരാജാവേ? ആ ചിലമ്പ് അവന്റെ പക്കൽ നിന്നും പിടിച്ചെടുത്തു. മന്ത്രി, കൊണ്ടുപോവുക ചിലമ്പ്. മഹാരാജാവേ, ആ കൊണ്ടുവന്ന ചിലമ്പ് എന്റേതാണ്. മഹാറാണിയുടെ ഈ ചിലമ്പ് അറ്റകുറ്റം തീർക്കാനായി അരമനത്തെത്താൻ ഏൽപ്പിച്ചു. അയാളുടെ വീട്ടിൽ നിന്ന് മോഷണം പോയി. പോയിരിക്കാം. അതിന് എന്റെ ഭർത്താവ് എന്ത് പിഴച്ചു? നിന്റെ ഭർത്താവാണ് ഇത് മോഷ്ടിച്ചത്. എന്റെ ഭർത്താവ് ഒരു മനുഷ്യനെന്ന നിലയിൽ മഹാരാജാവിനേക്കാൾ വലിയവനായിരുന്നു. പൊന്നും വെള്ളിയും വാരിക്കോരി കൊടുത്തവനാണ്, എടുത്തവനല്ല. മഹാറാണിയുടെ ഒരു ചിലമ്പല്ല തട്ടാന് കൊടുത്തത്. അതിന്റെ ഇണച്ചിലമ്പ് കാണുമല്ലോ, അതെവിടെ? ഇതിന്റെ ഇടത്തിലമ്പ് കൊണ്ടുവരും. സത്യം അറിയുമ്പോൾ നിന്റെ ഹൃദയം ശാന്തമാകുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. നോക്ക്, കോപാവേശത്താൽ നിന്റെ കാഴ്ച മങ്ങിയിരിക്കും. എങ്കിലും സൂക്ഷിച്ചു നോക്ക്, ഇത് രണ്ടും ഒന്നല്ലേ? അകാലത്തിൽ മംഗല്യം മറ്റുപോയവളാണെങ്കിലും കുലസ്ത്രീയായ ഞാൻ പറയുന്നു, ആ ചിലമ്പുകൾ കണ്ടാൽ ഒരുപോലെയാണെങ്കിലും രണ്ടും രണ്ടാണ്. പാണ്ഡ്യൻ സ്ത്രീകളോട് പ്രാഭവം കാണിക്കാറില്ല, തർക്കിക്കാറുമില്ല. എങ്കിലും ഒന്ന് പറയുന്നു, നിന്റെ മനസ്സമാധാനത്തിന് വേണ്ടി മാത്രം ഈ ചിലമ്പ് രണ്ടും നമ്മുടെ മഹാറാണിയുടേതാണ്. അല്ല, ആദിത്യ ചന്ദ്രന്മാർ സാക്ഷിയായി അല്ല, ആ ഒരു ചിലമ്പ് എന്റേതാണ്. ഇതാ അതിന്റെ ഇണച്ചിലമ്പ്, ഇതാ. ഇരിക്കരുത്. മഹാറാണിയുടെ ചിലമ്പിനകത്തെ തടികൾ എന്താണ്? നിന്റെ അവിവേകത്തിന് പാണ്ഡ്യ സിംഹാസനം മാപ്പ് തരുന്നു. മഹാരാജ്ഞിയുടെ ചിലമ്പിനകത്ത് വെറും നവധാന്യങ്ങളാണ് നീ കരുതിയല്ലേ? രാജ്ഞിയുടെ ചിലമ്പിനകത്ത് മുത്തുകളാണ്, വില കൂടിയ മുത്തുകൾ. നിന്റെ ചിലമ്പിലോ? മുത്തെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചകതിയായി പോയെന്ന് കരുതി രാജാവും മന്ത്രിയും അഹങ്കരിക്കരുത്. എന്റെ ചിലമ്പിനകത്ത് മുത്തല്ല, മാണിക്യമാണ്. മാണിക്യം. മാണിക്യം. പാവ്, നിനക്ക് ബുദ്ധിഭ്രമമാണ്. ഒരു മാണിക്യക്കല്ലിന് എന്ത് വിലയാകുമെന്ന് നിനക്കറിയില്ല. ചിലമ്പിനകത്ത് മാണിക്യം നിറയ്ക്കാൻ ആർക്കും സാധ്യമല്ല. എന്റെ അച്ഛന് സാധിച്ചു, ചോളരാജ്യത്തെ മഹാനായകന് സാധിച്ചു. തർക്കിക്കണ്ട, ആ രണ്ട് ചിലമ്പുകളും വെട്ടിപ്പിളർന്നു നോക്കൂ. കണ്ണകി, പാണ്ഡ്യൻ പിടിക്കുന്നത് സത്യത്തിന്റെ ചെങ്കോലാണ്. ഇതാ നോക്കി. മുത്തുകൾ. ഇപ്പോൾ നീ സമ്മതിക്കുന്നു അത് രാജ്ഞിയുടെ ചിലമ്പാണെന്ന്? സമ്മതിക്കുന്നു. എന്റെ ഭർത്താവ് മോഷ്ടിച്ചു എന്ന് പറയുന്ന ആ ചിലമ്പ് ഞാനിതാ തച്ചുടയ്ക്കുന്നു. നോക്കൂ. എന്താണ് ഇതിനർത്ഥം? എന്താണ് ഇതിനർത്ഥം? മുത്തോ മാണിക്യമോ? സ്തംഭിച്ചു നിൽക്കാതെ ഉറക്കെ പറയൂ, മുത്തോ മാണിക്യമോ? ഭർത്താവിന്റെ ചുടുചോര തൈലത്തിന് പകരം തലമുടിയിൽ പുരട്ടി നിൽക്കുന്ന സത്യവതിയായ എന്നോട് ഉത്തരം പറയൂ. എന്റെ ഭർത്താവ് കള്ളനാണോ? കള്ളനാണോ? കണ്ണകി, നമ്മുടെ ജീവിതത്തിൽ ആദ്യമായി ഒരു തെറ്റുപറ്റി. തെറ്റുപറ്റുന്നവനിരിക്കാൻ സിംഹാസനം വേണ്ട. വിവരം ഗ്രഹിക്കാതെ വിധി എഴുതാൻ ഏത് നീതിശാസ്ത്രം നിന്നെ പഠിപ്പിച്ചു? തെളിവുകൾ നോക്കാതെ തീർപ്പ് കൽപ്പിക്കാൻ ഏത് തത്വശാസ്ത്രം നിന്നെ ഉപദേശിച്ചു? പാണ്ഡിക, നിന്റെ ധർമ്മച്ചങ്കോലിന് തലനാരിഴയ്ക്ക് വാട്ടം തട്ടിയാൽ ഉടൻ തന്നെ പ്രാണൻ വിടിയുമെന്ന് വൈഗാ നദിക്കരയിലെ കല്ലിലും മരത്തിലും കൊത്തിവെച്ച് ജനക്കോടികളെ വഞ്ചിച്ച രാക്ഷസ, ഒന്നുകൂടി നോക്കൂ, ആ ചിതറിക്കിടക്കുന്നത് മാണിക്യമാണോ എന്ന്. പാണ്ഡ്യരാജ്യത്തിന്റെ മണ്ണും മക്കളും പൊന്നും പൊരുളും എല്ലാം സംരക്ഷിക്കുന്നത് ചാമുണ്ടേശ്വരിയാണ്. ആ ചാമുണ്ടേശ്വരിയെ സാക്ഷി നിർത്തി നാം പറയുകയാണ്, ഇങ്ങനെയെല്ലാം സംഭവിച്ചു പോയതിൽ നമ്മുടെ ഹൃദയം അത്യധികമായി വേദനിക്കുന്നു. അളവിൽ കവിഞ്ഞ ആദായവും അധികാരവും കൊണ്ട് മനുഷ്യത്വം മരവിച്ച രാജാക്കന്മാർക്കുണ്ടോ ഹൃദയം? ഉണ്ടെങ്കിൽ നിന്നോട് ഞാനൊരു സത്യം പറയാം. കുലസ്ത്രീകൾ ആരും തന്നെ പറയാൻ ഇഷ്ടപ്പെടാത്ത സത്യം. ഭർത്തൃസുഖം എന്താണെന്ന് ഈ നിമിഷം വരെ ഞാൻ അറിഞ്ഞിട്ടില്ല. വൈഗാ നദിയും വേപ്പിൻ പൂവും ഉള്ള നിന്റെ പുണ്യഭൂമിയിൽ വെച്ചെങ്കിലും എനിക്കതിന് ഇടവരുമെന്ന് ഞാൻ ആഗ്രഹിച്ചു, കൊതിച്ചു, ദാഹിച്ചു.
പക്ഷേ സത്യവും ധർമ്മവും നീതിയും എല്ലാം പിച്ചിച്ചീന്തി കാറ്റിൽ പറത്തിക്കൊണ്ട് എന്റെ എല്ലാമായ ദൈവത്തിന്റെ ശിരസ് നീ വെട്ടിക്കളഞ്ഞു. ക്ഷമിക്കൂ കണ്ണകി. ഇല്ല, നെഞ്ചുനേറി നിൽക്കുന്ന എന്നെ നീ സമീപിക്കാതെ. കണ്ണകി തന്റെ കോപം ശമിക്കാതെ ഇടനമാറ് വലിച്ചു പറിച്ച് നെഞ്ചിലെ രക്തം വീണ ഭൂമി ആളിക്കത്താൻ തുടങ്ങി. അമ്മയുടെ കോപാഗ്നിയിൽ നഗരം കത്തി. എന്നാൽ നല്ലവരെ അമ്മ രക്ഷിച്ചു. നീതി നടപ്പാക്കിയ ശേഷം കണ്ണകി ദേവിയായി കൊടുങ്ങല്ലൂരിലേക്ക് യാത്രയായി. കൊടുങ്ങല്ലൂരിലേക്കുള്ള യാത്രക്കിടയിൽ കണ്ണകിയമ്മ ആറ്റുകാലിൽ എത്തിച്ചേർന്നു. കാളീദേവിയുടെ പുണ്യനാട്ടിൽ ഒരു ദിവ്യലീലയ്ക്ക് അമ്മ തയ്യാറെടുത്തു. കിള്ളിയാറിന്റെ തീരത്ത് മുല്ലവീട്ടിൽ കാരണവർ പൂജയിലായിരുന്നു. അപ്പോഴാണ് ഒരു പെൺകുട്ടി വന്നത്. ചെറുപുഞ്ചിരിയോടെ, തേജസ് നിറഞ്ഞ മുഖവുമായി. എനിക്ക് ആറ്റിന്റെ അക്കരെ പോകണം, സഹായിക്കാമോ എന്നവൾ ചോദിച്ചു. കാരണവർ ആ കുട്ടിയെ നോക്കി ദിവ്യശക്തി തിരിച്ചറിഞ്ഞു. വിനയത്തോടെ തല കുനിച്ച് അദ്ദേഹം കുട്ടിയെ കൈകൾ കൂപ്പി വണങ്ങി. സന്തോഷത്തോടെ ആറു കടത്തി വീട്ടിലേക്ക് ക്ഷണിച്ചു. അല്പം കാത്തിരിക്കൂ കുട്ടി, ഞങ്ങൾ എല്ലാം ഒരുക്കിത്തരാം എന്ന് പറഞ്ഞ് കാരണവർ പോയി. കുടുംബം മുഴുവൻ സ്വീകരണത്തിന് ഒരുങ്ങി. പക്ഷേ തിരിച്ചെത്തിയപ്പോൾ പെൺകുട്ടിയെ കാണാനില്ലായിരുന്നു. പെൺകുട്ടിയെ കാണാതായതിൽ മുല്ലവീട്ടിൽ കുടുംബം കുഴങ്ങിയിരുന്നു. അന്ന് രാത്രി കാരണവരുടെ സ്വപ്നത്തിൽ ആ പെൺകുട്ടി വീണ്ടും പ്രത്യക്ഷയായി. ദിവ്യ തേജസ്സോടെ നിന്ന അമ്മ കാരണവരോട് അരുൾ ചെയ്തു, അടുത്തുള്ള കാവിൽ എനിക്കൊരു വീട് വേണം. അവിടെ ഞാൻ എന്റെ ഭക്തരെ കാത്തുകൊള്ളാം. 3 വര കാണും നിങ്ങൾ കാവിൽ. ആ സ്ഥലത്താണ് എന്റെ ഇരിപ്പിടം. അവിടെ എനിക്കായി ഒരു ക്ഷേത്രം പണിയൂ. ഞാൻ എന്നും നിങ്ങളെ അനുഗ്രഹിക്കും. പാമ്പുകളും മറ്റ് ജീവജാലങ്ങളും പവിത്രമായി കാത്തുസൂക്ഷിക്കുന്ന കാവിൽ അമ്മ കാണിച്ച അടയാളം തേടി കാരണവർ പുലർച്ചെ തന്നെ പോയി. കാവിലെ ഒരു പ്രത്യേക സ്ഥലത്ത് 3 വര വ്യക്തമായി കണ്ടു. അമ്മയുടെ ഇച്ഛ മനസ്സിലാക്കി ക്ഷേത്ര നിർമ്മാണത്തിന് തുടക്കമായി. ആറ്റുകാൽ ദേവി, ആറ്റുകാൽ അമ്മ എന്ന് ഭക്തർ സ്നേഹത്തോടെ വിളിച്ചു തുടങ്ങി. കരുണാമയിയായ അമ്മയുടെ സാന്നിധ്യം ആ ക്ഷേത്രത്തെ പുണ്യസ്ഥലമാക്കി മാറ്റി.